ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ് 1/2 കിലോയുടെ. അപ്പോൾ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം. ആദ്യം 1/2 കപ്പ് മൈദ, അതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് ഒരു പ്രാവശ്യം നല്ലപോലെ ഒന്ന് അരിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് എടുത്തതാണ്. ഒരു ഡ്രൈ ബൗളിൽ നമ്മൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മളിനി 1.5 കപ്പ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. അതിൽ നമ്മൾ ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര അതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി കേക്കിന് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തട്ടിയ ശേഷം ഒരു വിസ്ക് വെച്ച് നമ്മൾ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ടൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി 1 ടീസ്പൂണിൽ നമ്മളൊരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട ശേഷം അതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കുഞ്ഞു ബൗളിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ബാറ്റർ അതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു തുള്ളി റെഡ് കളർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല റെഡായിട്ടുണ്ട്. ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേക്കിന് നല്ല റെഡ് കളർ കിട്ടും. കേക്ക് ടീനിലേക്ക് നമ്മളത് ഫുള്ളും ഒഴിച്ച ശേഷം നമ്മളൊരു സ്ക്വയർ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ടേപ്പ് ചെയ്ത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കാം ഇത് വെന്തോന്ന്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഒരു ഡ്രൈ ബൗളിൽ നമ്മൾ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് തുടങ്ങിയാണ്. നമ്മൾ കുറച്ച് ബീറ്റ് ചെയ്ത ശേഷം കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല ബീറ്റ് ഇട്ടുണ്ട് സ്റ്റിഫായിട്ട്. ഒരു ബൗളിൽ നമ്മൾ നടുക്ക് ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫുള്ള് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. ക്രീം ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കും. ഇനി കുറച്ച് മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഫുള്ളായിട്ട് ഇട്ട ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് സൈഡ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫുള്ളും ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഫുള്ള് ഇട്ട ശേഷം നമ്മൾ തേർഡ് ലെയർ വെച്ച് സൈഡ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. തേർഡ് ലെയറിലും കൂടി നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് ഫുള്ള് വെറ്റ് ചെയ്ത ശേഷം ക്രീം ഇട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രാപ്പർ വെച്ച് നമ്മൾ സൈഡ് ഒന്ന് നല്ല ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ടോപ്പിൽ നമ്മൾ നൈഫ് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ വെച്ച് ഫുള്ളും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. സെക്കൻഡ് കോട്ടിങ്ങാണ് ചെയ്യുന്നത്. നമ്മളൊരു സൈഡിൽ ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഒരു സ്ക്രാപ്പർ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിലും നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നല്ല ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. റെഡ് കളർ മിക്സ് ചെയ്ത് നമ്മൾ ഈ ഡിസൈനാണ് ചെയ്തെടുത്തത്. അതിൽ പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.